आईफोन जीतने के लिए तैयार हो जाओ। सोनिक देखो आईफोन जीतो कॉन्टेस्ट सोमवार से शुक्रवार सुबह 10 बजे से 12 बजे तक सोनिक पर। Watch full episodes on Jio Hotstar. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും ഇവിടെ തങ്ങാം. നാളെ രാവിലെ ഇവിടുന്ന് പോവാം. വെയിറ്റർ ചേട്ടാ, ഇവിടെ സമോസകളൊന്നും ഉണ്ടാക്കാറില്ലേ? സാർ ഇവിടെ സമോസ ഇല്ല സാർ, പക്ഷെ സമോസി ഉണ്ടാക്കാറുണ്ട്. പൊളിച്ചെടുത്തല്ലോ. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ സമോസി? ഓഹോ, ഇവിടെ സമൂസയുടെ അനിയത്തി സമൂസിയാണ്. ഒന്ന് ശ്രദ്ധിച്ചു ഹുക്കും സിംഗ്, അതിനകത്ത് സ്ഫോടന വസ്തുണ്ട്. സിറ്റി ഓഫ് ഗോൾഡിൽ വല്ലോ അതിലോ മറ്റോ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കാനായിട്ട് കൊണ്ടുവന്നതാ. മോട്ടു പത്തിലും ഏതായാലും ഇവിടെ എത്തിയിരിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട് അവര് നമ്മളെ സിറ്റി ഓഫ് ഗോൾഡ് വരേക്കും എത്തിക്കുമെന്ന്. അവർ അവിടെ എത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ തീർച്ചയായും അവിടെ എത്തിയേ തീരൂ. സിറ്റി ഓഫ് ഗോൾഡിന്റെ ആളുകൾ മോട്ടു പത്ലുവിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഇത്ര ദൂരം എത്തിയ വിവരം അവർക്ക് അറിയുകയേയില്ല. ഒരു തവണയെങ്കിലും ആ കിരീടവും ആളും നമ്മുടെ കയ്യിലെത്തിയാൽ അതിനുശേഷം ഈ നഗരം മുഴുവൻ നമ്മുടെ സ്വന്തമാകും. അതെങ്ങനെ? അങ്ങനെ ഇവിടുത്തെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരാണോ ആ കിരീടത്തെ ധരിച്ച് വാള് കയ്യിലേന്തുന്നത് അയാൾക്കായിരിക്കും സിറ്റി ഓഫ് ഗോൾഡിന്റെ പൂർണ്ണ ആധിപത്യം. ഉറങ്ങിക്കിടക്കുന്നവർ പൂർണ്ണമായിട്ട് ഉണരുകയും പിന്നീട് എന്നേക്കുമായിട്ട് ആ അധിപന്റെ അടിമകളായി മാറും. ഉറങ്ങിയവർ ഉണരുമെന്നോ? അതെ, അവിടുത്തെ മനുഷ്യരെ ഏതോ മന്ത്രവാദി പ്രതിഭകളാക്കി മാറ്റിയിരുന്നു. എന്നിട്ട് അവിടുത്തെ രാജാവിനെ കൊന്നുകളഞ്ഞിരുന്നു. അന്ന് മുതൽ ആരും അവിടെ വരാറില്ല. ആ നഗരത്തിന്റെ രക്ഷിതാവ് ഇതേ സ്ഥലത്താണ് താമസിക്കുന്നത്. എന്നിട്ട് അയാൾ ആരും അവിടെ ഇതുവരെ എത്താൻ സമ്മതിക്കാറില്ല. എന്റെ പേര് ഗുൽഖാൻ എന്നാണ്. നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ എവിടുന്ന് വന്നോ അങ്ങോട്ട് തന്നെ തിരിച്ച് പെട്ടെന്ന് പൊക്കോളൂ. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. വലിയേട്ടോ, ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങളത് തീർച്ചയായും നടത്തിയിരിക്കും. അല്ലാതെ ഞങ്ങൾ തിരിച്ചു പോവില്ല. ഇപ്പൊ പറ, എന്താ ചെയ്യേണ്ടത്? പറ. സൈനികരെ, പത്തിലോ ഇവർ ഒരുപാട് പേരുണ്ട്. സമൂസ ഇപ്പൊ ചെയ്യണ്ട കേട്ടോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗം എന്തെങ്കിലും ആലോചിക്കൂ. ആലോചിക്കാനോ ഒന്നുമില്ല, ഓടിക്കോ. പിടിക്കവന്മാരെ, അവന്മാർ ഓടി രക്ഷപ്പെടാൻ പാടില്ല. ഡോക്ടർ ജഡ്ക, വേഗം. എന്റെ അമ്മോ, വിട്ടോ. അവന്മാരിത് വേണം വെച്ച് ചെയ്യുന്നതാ. അവർക്കറിയാം നമ്മൾ പുറകെ തന്നെ ഉണ്ടെന്ന്. സദാസമയം നമുക്കിത് സംഭവിക്കാൻ പാടില്ല. അവർ നമ്മളെ എല്ലാവരും നശിപ്പിച്ചേ അടങ്ങൂ എന്നാണ് തോന്നുന്നത്. പൊളിച്ചെടുത്തല്ലോ. മമ്മി രക്ഷിക്കണേ, ഇതെന്താ ഇവിടെ ആകെ ഇരുട്ടാണല്ലോ. എന്നാ പിടിക്കോ.
അതെ എന്റെ പത്ലു എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. വേഗം. വേഗം വിട്ടോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് പോസിബിൾ അറിയാമല്ലോ. പോസിബിൾ. മോട്ടു വേഗം വേഗം കേറ്. മോട്ടു എന്റെ ചങ്ക്, ഇത് ഈ കാറിന് പറക്കാൻ കഴിയില്ല. പൊളിച്ചേ വലിയേട്ടാ, എനിക്ക് തോന്നുന്നത് അവര് പേടിച്ചു പോയി. കണ്ടില്ലേ, എല്ലാവരും പുറകിൽ നിൽക്കുവാ. ഓ മോട്ടു എന്റെ ബ്രോ, എന്റെ ചങ്കുകളെ, അവരിവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കാം. എന്റെ ചങ്കുകളെ, എന്റെ കാലിനകത്ത് താന്നു പോയേ. എന്റെ അമ്മോ, എന്താണത്? പത്ലു, ഇവിടെയൊക്കെ എന്താ സ്പോഞ്ച് പോലെ ഉള്ളത്? നിൽക്ക്, എല്ലാവരും അവിടെ നിൽക്ക്. ഇത് സ്പോഞ്ച് ഒന്നും അല്ല, ഇത് ലിക്വിഡ് സാൻഡ് ആണ്. എന്താ പറഞ്ഞു? പൊളിച്ചടുത്തല്ലോ. ഈ ലിക്വിഡ് സാൻഡിൽ കൊടുക്കുന്നത് എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്റെ മുത്തശ്ശി, ഞങ്ങളെ വന്ന് രക്ഷിക്കണേ. നിങ്ങൾ എല്ലാവരും ഒന്ന് അനങ്ങാതെ നിൽക്ക്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വേഗം താഴേക്ക് പോകും. ഉറപ്പാണ്. ശാന്തി ശാന്തി. എന്താ നിങ്ങൾ പറയാറുള്ളത്? ബൈ ബൈ. കാരണം നിങ്ങൾ ഇപ്പൊ കീഴോട്ട് ഇറങ്ങി പോകാൻ പോവുകയാണ്. ഇനിയിപ്പോ പോണതിന് മുമ്പ് ഒരു കാര്യം പറ, നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നത്? ഞങ്ങളെല്ലാവരും കുറച്ചുപേരെ സഹായിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ, പ്ലീസ്. നിങ്ങൾ ആരെങ്കിലും സഹായിക്കാനായിട്ട് വന്നതായിരിക്കും, പക്ഷെ നിങ്ങളെ സഹായിക്കാൻ ഇപ്പൊ ആരും വരില്ല. ബൈ 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 ബൈ. എന്റെ അമ്മോ, ഞാൻ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഫുർഫുറെ നഗരത്തിലും ധീരനായ പോലീസും നഷ്ടപ്പെടും. ഞാനൊരു സത്യം പറയട്ടെ എന്റെ ജിങ്കം സാറേ, ഡോക്ടർ ജഡ്കി എന്ന ഈ മഹാനായ സയന്റിസ്റ്റ് ഈ ലോകം തന്നെ വെടിഞ്ഞാൽ അത് ശാസ്ത്രലോകത്തിന് നഷ്ടമായിരിക്കും. എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. ചേട്ടാ, ഇതൊന്ന് കേട്ടിട്ട് പോ. മരിക്കാൻ പോകുന്നതിന് മുമ്പ് അവരുടെ ആഗ്രഹം ഒന്ന് പൂർത്തിയാക്കില്ലേ? ഞങ്ങളുടെ ആഗ്രഹം ഒന്ന് പൂർത്തീകരിച്ച് താ പ്ലീസ്. ശരി, പറ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താന്ന് വെച്ചാ, ഞങ്ങൾക്ക് നിങ്ങൾ സമൂസ കഴിക്കാൻ തരണം. നമ്മൾ നിന്റെ അവസാനത്തെ ആഗ്രഹം തീർച്ചയായിട്ടും സാധിച്ചു തരും. അതെ, പെട്ടെന്ന് സമൂസ എടുത്തോണ്ട് വാ. ആരെങ്കിലും ഒന്ന് വേഗം വന്ന് എനിക്ക് കുറച്ച് സമൂസ തരൂ. നീ വരാൻ വളരെ വൈകിപ്പോയി. ഇപ്പൊ അവർ ഈ ലോകം തന്നെ വിട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് വാ, നമുക്ക് മടങ്ങാം. നല്ല മണം. താങ്ക് യു വലിയേട്ടാ. അല്ല, ഈ സമോസ കൊണ്ടുവന്നത് നമുക്ക് ഭാര്യയല്ലോ. വാ, നമുക്ക് പെട്ടെന്ന് ഓടാൻ വിടുന്നത്. എന്റെ മോട്ടു, അവരെ പോകാൻ അനുവദിക്ക്. എന്തൊക്കെയായാലും അവരല്ലേ നമ്മുടെ ജീവൻ രക്ഷിച്ചത്. സമൂസ കഴിച്ചപ്പോ നല്ല രസമുണ്ട് എന്റെ പത്ലു. അതേതായാലും നന്നായി. മോട്ടു സമോസ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? മോട്ടു, യു ആർ ദി ബെസ്റ്റ്. താങ്ക് യു ചിങ്കം സാർ. വലിയേട്ടാ, ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കിയിരിക്കുന്നു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ജോലി വേഗം പൂർത്തിയാക്ക്. വേഗം ചെന്ന് ആ കാറ് റിപ്പയർ ചെയ്യുന്നു. പത്ലു, ഇവന്റെ അടുത്ത് കിരീടവും വാളും എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്ന് ആലോചിക്കേ.
പൊളിച്ചെടുത്തല്ലോ. നിനക്ക് ഇപ്പോഴും വാളും കിരീടം എടുക്കണം എന്നാണല്ലേ? ഇവിടെ ജീവൻ തന്നെ അപകടത്തിലാണ്, അറിയോ? നമ്മൾ ദിലാവർ ഖാന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് നമുക്കൊരിക്കലും തെറ്റിക്കാൻ പറ്റില്ല. അതെന്ത് തന്നെ സംഭവിച്ചാലും ശരി. ചിങ്കം സാറേ, ഗസീറ്റാറാം, ഇത് ഡാൻസ് കളിക്കാനുള്ള സമയമല്ല. ആ സെന്റോർ വരുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ഞങ്ങള് ഡാൻസ് കളിക്കല്ല, ഞങ്ങളുടെ ശരീരം മുഴുവനും എന്തോ ചൊറിഞ്ഞ് കടിക്കുന്നുണ്ട്. ദേ വരുന്നു. എല്ലാവരും കേറിക്കോ. ദേ ആ ഫോട്ടോയിലേക്ക് നോക്കി അറിയാൻ പറ്റും ഇവറ്റുകൾക്കൊക്കെ തീ ഭയങ്കര പേടിയാണെന്ന്. നമ്മൾ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ. ദേ കണ്ടില്ലേ, 2 കല്ലിവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കല്ലുകള് തീ ഉണ്ടാക്കാനായിരിക്കാം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതെടുത്തിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും തീ ഉണ്ടാക്കാൻ നോക്കാം. ദേ വേഗം കത്തിക്ക്. എന്റെ അമ്മോ, തീ കത്തിക്കുന്നത് വെടിവെക്കുന്ന പോലെ എളുപ്പ പണിയല്ലേ? ഞാൻ ഇപ്പൊ തന്നെ കത്തിച്ച് കാണിച്ചു തരാം. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചട്ക അത് തൊട്ട് പുറകെ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യണം. ഓ, ഇതിനുള്ള പരിഹാരം ഞാൻ കാണിച്ചു തരാന്നേ. ഇതാ ഈ ലൈറ്ററിന്റെ കാര്യം ആദ്യം എന്താ പറയാഞ്ഞേ? പിന്നെ കണ്ടോളാം. എല്ലാവരും ചാടിക്കോ. എന്റെ അമ്മോ, ഷർട്ട് പാന്റ് എല്ലാത്തിനകത്ത് കേറിയല്ലോ. ഭയങ്കര ചോർച്ചില്. മനുഷ്യൻ ചൊറിഞ്ഞു വല്ലാത്തൊരു അവസ്ഥയിലായി പോയി. ഇത്ര നേരമായിട്ട് നിങ്ങൾ ലേറ്ററുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഓ, എന്റെ ചങ്കുകളെ, ഇനി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു തവണ കൂടി ഇതിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഞാനിതെടുത്ത് കളയും, പറഞ്ഞേക്കാം. നമ്മുടെ സ്വപ്നം പൂർത്തിയായിരിക്കുന്നു. അവസാനം നമ്മൾ ഈ സ്വർണ്ണ നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി പെട്ടെന്ന് പോയിട്ട് ആ കിരീടവും വാളും കരസ്ഥമാക്കിയാൽ മതി. പിന്നെ നഗരം മുഴുവനും ഉണരും. പിന്നെ നമ്മുടെ അടിമകളായി തീരും അവര്. നമ്മൾ ജീവനോടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ നഗരം നമുക്ക് സ്വന്തമായിരിക്കണം. എവിടെ പോവുകയാ? നിൽക്കാൻ. നിങ്ങൾ ഇവിടെ വന്നത് ഒട്ടും തന്നെ ശരിയായില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വർണം കൊണ്ടുപോകാൻ കഴിയില്ല. അതെ, ഞങ്ങൾ സ്വർണം കൊണ്ടുപോകാൻ വേണ്ടി ഒന്നുമല്ല വന്നത്. ഞങ്ങൾ ഇവിടെ ദിലാവർ ഖാന്റെ പാരമ്പര്യ കിരീടവും വാളും കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കിരീടവും വാളും ഞങ്ങളുടേതാണ്. അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ നിന്നോട് നുണയാ പറഞ്ഞത്. ഞാൻ തന്നെയാണ് ഇവിടുത്തെ രാജാവ് യാക്കോബ. പക്ഷെ ദിലാവർ ഖാൻ പിന്നെന്തിനാ നമ്മളോട് അങ്ങനെ പറഞ്ഞത്? ആ കിരീടവും വാളും അദ്ദേഹത്തിന്റെ അച്ഛൻ്റെതാണെന്ന്. ആ ദിലാവർ ഖാൻ പറഞ്ഞതൊക്കെ തന്നെ നുണയാണ്. അവൻ ഇത് അറിയാമായിരുന്നു. ആരാണോ ഈ കിരീടം ധരിച്ച് ഈ വാള് കൈക്കലാക്കുന്നത് അവന്റെ അധീനതയിലായിരിക്കും ഈ നഗരം മുഴുവൻ എന്ന്. ഓ, നഗരം മുഴുവനും ഒരാൾക്ക് മാത്രം എങ്ങനെ സ്വന്തമാകും? ഒരു മന്ത്രവാദി എന്നെ ചതിച്ചത് കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഞാൻ അയാളെ കൊല്ലുകയാണുണ്ടായത്. മരിച്ചു പോകുന്നതിന് മുമ്പ് അവൻ അവന്റെ മന്ത്രസിദ്ധി കൊണ്ട് ഈ നഗരത്തിലെ ജനങ്ങളെ മുഴുവൻ കൽപ്രതിമകളായി മാറ്റി എനിക്ക് ഇങ്ങനെ ഒരു രൂപവും തന്നു. എന്നിട്ടൊരു ശാപവും പറഞ്ഞു, എനിക്കൊരു കാലത്തും ഈ കിരീടം ധരിക്കാൻ സാധിക്കില്ലെന്ന്. ആര് ഈ കിരീടം ധരിക്കുന്നുവോ അയാൾ ഈ നഗരത്തിന്റെ രാജാവാകും. ഇവിടുത്തെ ജനങ്ങൾ കൽപ്രതിമയിൽ നിന്നും മനുഷ്യരൂപം ധരിച്ച് അയാളെ രാജാവായി വാഴ്ത്തും. ഇത് വലിയൊരു ചതിയാണ്. ആ ദിലാവർ ഖാന്റെ അടുത്തുനിന്ന് ഇങ്ങനൊരു ചതി കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഞാൻ ആ ദിലാവർ ഖാനെ വെറുതെ വിടൂല. ഇതെന്താ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ദിലാവർ ഖാൻ നിങ്ങളെ പിന്തുടർന്ന് ഇവിടെ എത്തിച്ചേർന്നു എന്നാണ്. അവൻ ആ കിരീടം ധരിച്ചെന്നാണ് തോന്നുന്നത്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവനെ അനുസരിച്ചേ മതിയാകൂ. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. വരൂ, വേഗം വാ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. വരൂ വരൂ എന്റെ സുഹൃത്തെ. മോട്ടു പത്ലു, നിങ്ങൾ വളരെ ധീരരാണല്ലോ. എടോ, കൂട്ടുകാരെന്ന് മാത്രം പറയല്ലേ. നിനക്ക് ഞങ്ങളുടെ ശത്രുവാകാനുള്ള യോഗ്യത പോലുമില്ല. നീ ഞങ്ങളോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു നീ. നിർത്തൂ. ഇവിടെ എനിക്കാണ് ആധിപത്യം.
ഇവിടത്തെ നിയമവും ഞാനാണ്. മോട്ടു, നീ എന്റെ സൗഹൃദം വിച്ഛേദിച്ചത് നന്നായില്ല. ഇന്നെനിക്ക് കാണണം നീ എത്ര വലിയ ധീരനാണെന്ന്. ഈ യാക്കോബായെ ഏറ്റുമുട്ടണം. നീ ജയിച്ചാൽ നിനക്ക് തിരിച്ചു മടങ്ങാം, പക്ഷെ തോറ്റാൽ പറയണ്ടല്ലോ. ഇല്ല, ഇത് ശരിക്കുള്ളൊരു പോരാട്ടമല്ല. ഞാൻ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഈ യുദ്ധം അത്യാവശ്യമാണ്. ഇത് നന്മയ്ക്കും തിന്മയ്ക്കും ഇടയ്ക്കുള്ള യുദ്ധമാണ്. എന്നാൽ വിജയിക്കുന്നത് അവസാനം നന്മ തന്നെ ആയിരിക്കും. പത്ലു, നീ പോ, ഇത് എനിക്കുള്ളതാണ്. ഇല്ല മോട്ടു, ഇല്ല. നീ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഈ പത്തിലും ഉണ്ടാവും. സബാഷ്! സുഹൃത്തുക്കളാണ്, ഇങ്ങനെ വേണം. എങ്കിൽ ആരംഭിക്കട്ടെ. കൂട്ടുകാരാ, നീ എനിക്ക് മാപ്പുത. എനിക്ക് മഹാരാജാവിന്റെ ആജ്ഞ അനുസരിക്കാതെ പറ്റില്ല. പത്ലു, പോ ഇവിടുന്ന്. മോട്ടു, പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടോ, ഈ കയറ് പിടിച്ചോ. ഇത് അവന്റെ പുറത്ത് കെട്ടിയിട്ട് അവന്റെ മുകളിൽ ഇരുന്ന് സവാരി ചെയ്യ്. യാക്കൂബാ, കലക്കി മോട്ടു. യാക്കൂബാ, നേരെ മഹാരാജാവ് ദിലാവർ ഖാന്റെ അടുത്തേക്ക് പോകൂ. നിൽക്കരുത്. നീ എവിടെ കൊണ്ടുപോയാലും ഞാൻ അവിടെ വരും. അവർ രണ്ടുപേരും എന്തിനാണ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത്? നിക്കാൻ പറയൂ ഖാൻ. യാക്കോബ, അവിടെ നില്ല്. എന്റെ ആജ്ഞയാണ് അവിടെ നിൽക്കാൻ. മോട്ടു മഹാരാജാവും നീണാൾ വാഴട്ടെ. നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ മഹാരാജാവ്. ഇല്ല ഇല്ല, ഇത് തെറ്റാണ്. ഇത് വൻ ചതിയാണ്. ചതിച്ച് എന്റെ കിരീടം തട്ടിയെടുത്തതാണ്. ഞാനാണ് രാജാവ്. പിടിക്കാ രാജ്യദ്രോഹിയെ. ഏയ്, അവിടെ നിൽക്കാൻ. നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ദിലാവർ ഖാൻ, എവിടെ വരെ നീ ഓടിപ്പോകും? അതിലിരിക്കരുത്. കിരീടമില്ലാതെ അതിലിരിക്കരുത്. ഞാൻ ഇരുന്നു പോയല്ലോ. ഇനിയിപ്പോ ഇത് എന്റേതാണ്. ഞാനാണ് രാജാവ്. രാജാവ് ഞാനാണ്. ഇതെന്തായി സംഭവിക്കണേ? ഇതെന്താ സംഭവിക്കുന്നത്? കൊട്ടാരം മുഴുവൻ ഇളകി മറിയുവാണല്ലോ. എന്താ സംഭവിക്കുന്നത്? രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണേ. ദിലാവർ ഖാൻ, എന്നെ രക്ഷിക്കൂ. സുലൈബ കവാലി, ഖാൻ, എന്നെ രക്ഷിക്കൂ. സുലൈബ കവാലി. ഇല്ല.
രക്ഷപ്പെടുത്ത് മോട്ടു പത്ലു, എന്നെ രക്ഷപ്പെടുത്ത്. ആ സിംഹാസനത്തിൽ കിരീടമില്ലാതെ ഇരിക്കുന്നത് തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷയും അയാൾക്ക് ലഭിച്ചു. മോട്ടു മഹാരാജ്, ഇനി നിങ്ങൾക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കാം. യാക്കൂബ, നിങ്ങളാണ് ഇവിടുത്തെ രാജാവ്. നിങ്ങൾ വേണം ഈ കിരീടം ധരിക്കുവാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് അണിയിച്ചു തരാം. ഹാ മോട്ടു പത്ലു, ഒരുപാട് നന്ദിയുണ്ട്. നീ എനിക്ക് ശാപമോക്ഷം നൽകിയിരിക്കുന്നു. എന്നെയും എന്റെ നഗരത്തെയും രക്ഷിച്ചു. എത്ര നന്ദി പറഞ്ഞാലും അത് കൂടുതലാകില്ല. യാക്കൂബ, നീയാണ് ഇവിടുത്തെ ശരിക്കുള്ള രാജാവ്. ഞങ്ങൾ ഇവിടുത്തെ അതിഥികൾ മാത്രമാണ്. ഞങ്ങളുടെ ജോലി കഴിഞ്ഞിരിക്കുക. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോവാൻ പോവുക. എത്ര സ്വർണം വേണമെങ്കിലും നിങ്ങൾ ഇവിടെ നിന്നും എടുത്തുകൊള്ളൂ. എല്ലാം നിങ്ങളുടേത് തന്നെ. വേണ്ട യാക്കൂബ, വേണ്ട. ഞങ്ങൾക്ക് സ്വർണങ്ങൾ ഒന്നും വേണ്ട. എങ്കിൽ കുറച്ചു നാളത്തേക്ക് എന്റെ അതിഥിയായി ഇരുന്നുകൂടെ? താങ്ക് യു. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ ഒരു സ്വർണ്ണ നഗരത്തിൽ താമസിച്ചിട്ടേ ഇല്ല. സ്വർണ്ണ പേസ്റ്റിൽ പല്ല് തേക്കും, സ്വർണ്ണ കട്ടിലിൽ കിടന്നുറങ്ങും, സ്വർണ്ണ ഉടുപ്പിടും, സ്വർണ്ണ രുചിയിൽ ആഹാരം കഴിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.